شخط رمضان تلكويس. അറിവ് തേടുക എന്നത് ഒരു ആരാധനയാണ്. വായിക്കുക എന്ന കൽപ്പനയോടെയാണ് വിശുദ്ധ ഖുർആൻ ആരംഭിച്ചത് തന്നെ. വെറുമൊരു ഡിഗ്രി സമ്പാദിക്കുന്നതിനപ്പുറം ലോകത്തെയും സ്രഷ്ടാവിനെയും തിരിച്ചറിയാനും നന്മ തിന്മകൾ വേർതിരിച്ചറിയാനുമുള്ള വിദ്യ നാം സ്വായത്തമാക്കണം. ബെൻസി ഹോസ്പിറ്റൽ ഷഹ്റു റമദാൻ ടെലിക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ കോള് വന്നുകൊണ്ട് നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ അസ്സലാമു അലൈക്കും. ബെൻസി ഹോസ്പിറ്റൽ ഷഹ്റു റമദാൻ അവതരിപ്പിക്കുന്ന ടെലിക്വിസിലേക്ക് സ്വാഗതം. നിങ്ങൾ എവിടുന്നാണ്? പേരെന്താ? വീട്ടിലാരൊക്കെ ഉണ്ട്? നിങ്ങൾ എന്താ ചെയ്യുന്നേ? ജോബ് ഡിഗ്രി പിന്നെ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഉണ്ടാവും, മൂന്നാമത്തേന് ഓപ്ഷൻസേ ഉണ്ടാവില്ല. നിങ്ങൾ ഇങ്ങോട്ട് പറയാം. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യന് ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി ഹോസ്പിറ്റൽ തരുന്ന ഒരു സമ്മാനം ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് പോയാലോ? അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓപ്ഷൻസ് പറയട്ടെ. ഓപ്ഷൻസ് ഉണ്ട്. അത് ശരി ഉത്തരാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2 പറയട്ടെ. റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻസ് ആണോ? ഹലോ കേട്ടില്ല. കരിച്ചു കളയുന്നത്. ഓക്കെ ആണ്. ആൻസർ കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 പറയട്ടെ. ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം? ആൻസർ കറക്റ്റ് ആണ്. ബെൻസി ഹോസ്പിറ്റൽ തരുന്ന ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പോ ശരി. بنسي شخط رمضان تلكويس. ഹലോ ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബെൻസി ഹോസ്പിറ്റൽ ഷഹ്റു റമദാൻ അവതരിപ്പിക്കുന്ന ടെലിക്വിസിലേക്ക് സ്വാഗതം. താങ്ക് യു. ആരാണ് സംസാരിക്കുന്നത്? ജന്നത്ത് മറിയം. എവിടുന്നാണ്? മലപ്പുറം. മോള് പഠിക്കാണോ? എത്രയല്ല പഠിക്കുന്നേ? 6. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലുമ്മ, ഉപ്പ, ഉമ്മമ്മ, ഉമ്മകള്. നോമ്പൊക്കെ ഉണ്ടോ? ഉണ്ട്. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? സുഖം. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ഞാൻ റൂൾസ് ഒന്ന് പറഞ്ഞോട്ടെ. ഈ ചോദ്യത്തിന്റെ റൂൾസ് ഒന്ന് പറയട്ടെ. നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആദ്യത്തെ 2 ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഉണ്ടാവും, മൂന്നാമത്തേന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യന് ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സമ്മാനം ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് പറയട്ടെ. 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അവതരിക്കപ്പെട്ട സൂറത്ത് ഏത്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻസ് എ സൂറത്തുൽ വാക്കിയ, ഓപ്ഷൻസ് 2 സൂറത്തുൽ യാസീൻ, 3 അൽ ആം, 4 മുൽക്ക്. ഓപ്ഷൻ 1 സൂറത്തുൽ വാക്കിയ, ഓപ്ഷൻ 2 സൂറത്തുൽ യാസീൻ, ഓപ്ഷൻ 3 സൂറത്തുൽ അൽ ആം, ഓപ്ഷൻ 4 സൂറത്തുൽ മുൽക്ക്. ഉറപ്പിക്കാവോ? മോള് പറഞ്ഞ ആൻസർ തെറ്റാണ്. സൂറത്തുൽ അൽ ആം ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്കിനി അടുത്ത പ്രാവശ്യം വിളിക്കാല്ലേ? എന്നിട്ട് നമുക്ക് ആൻസർ ഒക്കെ പറഞ്ഞിട്ട് സമ്മാനമൊക്കെ മേടിക്കാം.
അപ്പോൾ വിളിച്ചതിന് സന്തോഷം, നന്ദി. بنسي شخط رمضان تلك ويسا. ഹലോ ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഹോസ്പിറ്റൽ ഷഹ്റു റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ഇത് എവിടുന്നാണ്? ഓ, പേരെന്താണ്? ഇപ്പൊ ഹൗസ് വൈഫ് ആണോ? കേൾക്കുന്നുണ്ടോ? എത്രാം ക്ലാസ്? 10 പഠിക്കാണോ? 10ാം ക്ലാസ്സിൽ പഠിക്കാണോ? അതെ അതെ. ഓ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മണ്ട്, ഉപ്പണ്ട്, ഇത്താത്തണ്ട്, അനിയനുണ്ട്. ഓ, ഇപ്പൊ എക്സാം ഒക്കെ അല്ലേ സ്കൂളില്? അതെ, എക്സാം ആണ്. എങ്ങനെയുണ്ട് എക്സാം ഒക്കെ? കുഴപ്പമില്ല, മോഡൽ കഴിഞ്ഞു. 5-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും. പഠിക്കലൊക്കെ ഇല്ലേ? പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. ഇതിന്റെ റൂൾസ് ഒന്ന് പറയട്ടെ. നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസിന് ചില ഓപ്ഷൻസ് ഉണ്ടാവും. മൂന്നാമത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതല്ല. മനസ്സിലായ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഖുർആനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമം നിശ്ചയിച്ചതാര്? മനസ്സിലായ? ക്രമം നിശ്ചയിച്ചതാരല്ലേ? ഓപ്ഷൻസ് പറയട്ടെ. ഓപ്ഷൻ 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓപ്ഷൻ 2 ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ 3 അല്ലാഹു. ഓപ്ഷൻ 4 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോ ആൻസർ പറഞ്ഞോ. നിയമങ്ങള് സുഹൃത്തുക്കളെ ഇതാക്കിയത് ആരാണെന്ന് അറിയോ? നബിയല്ലേ? ഖുർആന്റെ ഹലോ, ഒന്നുകൂടി ഓപ്ഷൻ അറിയോ? ഓപ്ഷൻ 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓപ്ഷൻ 2 ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ 3 അല്ലാഹു. ഓപ്ഷൻ 4 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു. അപ്പോ ആൻസർ ഉറപ്പിക്കാവോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? അപ്പോ ആൻസർ ശരി ഉത്തരാണ്. അപ്പോ ഈ ആൻസർ പറയാൻ ആരാ സഹായിച്ചേ? ഉമ്മല്ലേ? അപ്പൊ ഉമ്മക്ക് ഇതൊക്കെ അറിയാലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം 2, ഖുർആനിലെ സബുൽ മസാനി എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? എന്താണ് സബുൽ മസാനി എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഓപ്ഷൻ പറയട്ടെ. ഓപ്ഷൻ 1 യാസീൻ. ഓപ്ഷൻ 2 മുൽക്ക്. ഓപ്ഷൻ 3 ഫാത്തിഹ. ഓപ്ഷൻ 4 ബക്കറ. സൂറത്തുൽ ഫാത്തിഹ. ആൻസർ ഉറപ്പിക്കല്ലേ? സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകളാണ്. ഹലോ, സൂറത്തുൽ ഫാത്തിഹ. ഉറപ്പിക്കാവോ? ശരി ഉത്തരാണ്. ഇത് ഉമ്മ തന്നെയാണോ പറഞ്ഞേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് എഴുതപ്പെട്ട ഖുർആനിന്റെ 2 പതിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടത് എവിടെ? ഹലോ, പെട്ടെന്ന് പറയൂ. നിങ്ങളുടെ സമയം പെട്ടെന്ന് കഴിയൂട്ടാ. നിങ്ങൾ ടൈം വൈകിയാല് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. ഉത്തരം ശരിയാണ്. അപ്പൊ ശരി, ബൈ. അപ്പോ ബെൻസി ഹോസ്പിറ്റൽ തരുന്ന സമ്മാനം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. بنسي شخط رمضان تلك ويسا. അസ്സലാമു അലൈക്കും.
വാലേക്കും സലാം. ഇത് എവിടുന്നാ വിളിക്കുന്നേ? മാരാമുറ്റം. പേരെന്താണ്? ഷമീറ. ഷമീറ. ഹൗസ് വൈഫാണോ? അതെ അതെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭർത്താവും 3 കുട്ടികളും. എല്ലാവർക്കും സുഖല്ലേ? സുഖന്നെ. നോമ്പൊക്കെ ഉണ്ടോ എല്ലാവർക്കും? നോമ്പുണ്ട്. മക്കൾക്ക് 2 ആൾക്കുണ്ട്. ചെറുത് 3 വയസ്സായിട്ടുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോ. ഞാൻ റൂൾസ് ഒന്ന് പറയട്ടെ. ക്വസ്റ്റ്യൻസിന്റെ റൂൾസ് ഒന്ന് പറയട്ടെ. പറ. നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഉണ്ടാവും. മൂന്നാമത്തേന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സമ്മാനം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ പറയട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവാചകനിൽ നിന്നും ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആര്? ക്ലിയർ ആണോ? ഓപ്ഷൻസ് പറയട്ടെ. ഓപ്ഷൻ 1 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ 2 അലി റളിയല്ലാഹു അൻഹു. 3 അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. 4 ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ. ഉറപ്പിക്കാവോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ വേറെ? ഇല്ല. ആൻസർ കറക്റ്റ് ആണ്. ഇത് ഒറ്റക്ക് പറയുന്നതാണോ അതോ വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ? ഇല്ല. അറിയാലേ? അബൂഹുറൈറയുടെ നിവേദനം കുറെ വന്നിട്ടുള്ളേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശല്യം ചെയ്തയാളെ ഖുർആനിൽ 10ഓളം തവണ ആക്ഷേപിച്ചിട്ടുണ്ട്. ആരാണ് അയാൾ? ഓപ്ഷൻസ് പറയട്ടെ. ഓപ്ഷൻ 1 അബൂ ലഹബ്. ഓപ്ഷൻ 2 ഇബ്ലീസ്. 3 വലീദ് ഇബ്നു മുഗീറ. 4 അബൂ ജഹൽ. അബൂ ലഹബ്. എന്താണ്? അബൂ ലഹബ്. ഉറപ്പാണോ? ഉറപ്പാണോ വെച്ചാ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്, ചിലപ്പോ കിട്ടും. ഹലോ കിട്ടിയാ? എന്താണ് അബൂ ലഹബും പിന്നെ ഓപ്ഷൻസ് ഒന്നുകൂടി പറയണോ? ഓപ്ഷൻ 1 അബൂ ലഹബ്. 2 ഇബ്ലീസ്. 4 വലീദ് ഇബ്നു മുഗീറ. 3 അബൂ ജഹൽ. ആൻസർ പറഞ്ഞു. വലീദ. ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷനാണ് വലീദ് ഇബ്നു മുഗീറ. ഉറപ്പിക്കല്ലേ? ഉറപ്പിക്കാവോ? ഇത്ത പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അതെ. അപ്പൊ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിക്ക് പോവാം. കുറച്ച് എളുപ്പമുള്ള ചോദിക്കണം. അതൊക്കെ നമുക്ക് നോക്കാം. സത്യനിഷേധികൾക്ക് ഉദാഹരണമായി ഖുർആനിൽ പറയപ്പെട്ട 2 സ്ത്രീകൾ. ആരാണ്? സത്യനിഷേധികൾക്ക് ഉദാഹരണമായി ഖുർആനിൽ പറയപ്പെട്ട 2 സ്ത്രീകൾ. ഇതിന് ഓപ്ഷൻ ഇല്ലാട്ടാ. ആൻസർ പറഞ്ഞു. 2 സ്ത്രീകളെ പേര് പറയണം അല്ലേ? പറയണം. 5 വരെ കൗണ്ട് ചെയ്യും, അതിന്റെ ഉള്ളിൽ പറയണം കേട്ടോ. ഹലോ കൗണ്ട് ചെയ്യട്ടെ? പറയല്ലേ? 1 2 ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും ക്ലൂ ഒക്കെ ഉണ്ടാ? ക്ലൂ ഒന്നുമില്ല, ഇതിന് ടൈം ഇല്ലാട്ട, പെട്ടെന്ന് പറയണം. 5 സെക്കൻഡേ ടൈമുള്ളൂ. ഞാൻ കൗണ്ട് ചെയ്യാണേ, അതിനുള്ളിൽ പറയാം കേട്ടോ. 1 2 3 4 5. ടൈം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ശരി. ഓക്കെ. അതിന്റെ ഉത്തരം എന്താന്ന് പറയും? നൂഹ് നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം എന്നിവരുടെ ഭാര്യമാർ. ഓക്കെ അല്ലേ? അപ്പൊ വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ഇനി അടുത്ത തവണ നോക്കാം.
بنسي شهر رمضان تلكويسة ബെൻസി ഹോസ്പിറ്റൽ ഷഹറു റമദാൻ ടെലിഗിസ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. بنسي شهر رمضان تلكويسة